എന്താ ഉണ്ടാക്കാൻ പോണ? എന്താ എന്തുണ്ടാക്കണം എന്ന് നീ പറ. ഹലോ, എന്താ എന്താ എടുത്തിട്ട് വരാം. പിടിക്കോ? ഇതാ ഇതാ. വേണ്ട വേണ്ട. പണ്ടുള്ളവരൊക്കെ പറയേ താറാവ് വെട്ടുമ്പോ മിണ്ടാൻ പാടില്ല എന്ന് പറയും. എന്താ? മിണ്ടി കഴിഞ്ഞാ താറാവിന്റെ രോമം ഇങ്ങനെ വീണ്ടും മുളച്ചു വരും എന്നൊക്കെ പറയും. മുളച്ചില്ലല്ലോ. ആ, പണ്ടുള്ളവർ ഓരോന്നൊക്കെ പറയണ, എന്തിനു പറയണമെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ പറയുമായിരുന്നു. എന്നിട്ട് മിണ്ടാണ്ടിരുന്ന് വെട്ടണ കാണാം. നീ പേടിച്ചിട്ട് മിണ്ടാത്താണോ? മിണ്ടിക്കോ, പേടിക്കണ്ട. അയ്യോ, ആ എന്റെ പോയി. കണ്ടാത്തൊന്നും ചോരയില്ല, ഒന്നുമില്ല എന്നല്ലേ? ഇവിടെ തണലുണ്ട്, ഇവിടെ ഇരിക്കാം. ഇതെന്താ ഇവിടെ ഇവിടെ പോണോ? നീ എന്നെ കൊണ്ട് പടി കയറ്റിച്ച് ഇറങ്ങിക്ക്. നല്ല എക്സസൈസ് ആവട്ടെ. ഭോജനില്ല ആണോന്ന് വെറുതെ അല്ല അവിടെ ഇരിക്കാണ്ട് ഇങ്ങോട്ട് പോന്ന അല്ലേ? കാണാൻ പറ്റുള്ള. എന്താ ഉണ്ടാക്കാൻ പോണേ? താറാവ്. താറാവ് എന്തുണ്ടാക്കണം? വശക്കാം. വശക്കാം. എന്തെന്ന്? വശക്കാം. അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിന് വെച്ച് വിലയില്ലല്ലോ. വശക്കാം എന്നല്ല, വഴറ്റാം. ഓ വഴറ്റാം. ഞാൻ ഉദ്ദേശിച്ചു വന്നല്ലേ. പക്ഷെ അർത്ഥം മാറിപ്പോയില്ലേ?
എന്താ വശക്കുന്ന ചിന്ത? വശക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കേട്ടിട്ട് അങ്ങനെ ഒരു ഭാഷ. അപ്പൊ എന്താ ഉണ്ടാക്കാൻ പോണ എന്താ? എന്തുണ്ടാക്കണം എന്ന് നീ പറ. എനിക്കറിയാം. അല്ലെങ്കിൽ നീ പൊരിക്കണം, വറക്കണം എന്നൊക്കെ പറയുമല്ലോ. താറാവല്ലേ? താറാവ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ നമ്മള്? ഇല്ലല്ലോ. ചെയ്തിട്ടുണ്ടല്ലോ. എപ്പോ? ഉണ്ട്. ആണോ? അപ്പൊ എന്താ ചെയ്തേ? അന്ന് താറാവ് അപ്പാസ് ആ വെച്ചിട്ടുണ്ട്. പിന്നെന്ത് ചെയ്യാ? എന്താ ചെയ്യണ്ടേ? പറ. റോസ്റ്റ് ചെയ്താലാ? ഓക്കേ. ഇങ്ങനെയാക്കാൻ പറ്റുമോ ചേച്ചിക്ക്? അത് വേറെ സൗണ്ട്. അതെങ്ങനെ ചേച്ചിയാക്കി ഒന്നും കൂടി? അയ്യോ കിടക്കാന്ന് വെച്ചാ ഞാൻ മാളു വന്നേ. തീ കയറ്റി വെച്ച മാളു. ഇങ്ങോട്ടൊക്കെ കത്തിയാണ്. ഇളക്കണ്ട കേട്ടോ, വെച്ചോ. നീ പോയി താറാവ് എടുത്തുണ്ടോ? അയ്യോ
കൈയും പുള്ളി. പാടൊന്നുമില്ല. നാളെ ആവുമ്പോഴേ പാടുകയാണ്. ഇന്നറിയില്ല. ഇളക്കി ഉരുളക്കിഴങ്ങ് കേട്ടോ. ഉരുളക്കിഴങ്ങ് താറാവ് പകുതി വേവാൻ പെടും. പറഞ്ഞിട്ട് ഇതെന്തായാലല്ലേ റോസ്റ്റ് ആവുള്ളൂ. ഏതിനും പിന്നെ റോസ്റ്റ് ആവില്ലല്ലോ. ഞാൻ സൈഡിലാണ് കുറേ. കുറച്ചൊരു വെള്ളം ഒഴിച്ചേ. മതി. അടച്ചു. വാ, സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്താണ്? എൻ്റെ ഡ്രസ്സിൻ്റെ കളറും ഏകദേശം താറാവായിട്ടുള്ള സാമ്യമുള്ള കളറുള്ള സാധനം. എന്താണോ? മാച്ച് അല്ലേ? ഇതിൻ്റെ പേരറിയാവോ? സ്ട്രോബെറി ഹൽവ. ഇതോ ഗ്രേപ്പ് ഹൽവ. എന്തെന്ന്? ഗ്രേപ്പ് ഹൽവ. മുന്തിരിയുടെ കളർ ഇങ്ങനെയല്ലല്ലോ മാളു, വയലറ്റ് അല്ലേ? നമ്മൾ മുന്തിരി ജ്യൂസ് കുടിക്കുമ്പോൾ ഈ കളറല്ലേ വരാറ്. ഞാൻ ജ്യൂസ് കട്ടിക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വയലറ്റാ. ചേച്ചി ഉണ്ടാക്കുന്നതാണ് എന്തായാലും ഗ്രേപ്പിന്റെ രുചിയുണ്ടല്ലോ. എനിക്കതൊന്നും നല്ല ഇഷ്ടം. കറുത്ത ഹൽവ. ഗോതമ്പ് ഹൽവ ഇഷ്ട, അരി ഹൽവ ഇഷ്ട, റാഗി ഹൽവ ഇഷ്ട. റാഗി ഹൽവ എന്താ? റാഗി കൂരവ് വാവയ്ക്കൊക്കെ കൊടുക്കുന്നു. ഇതെല്ലാം ചേച്ചിക്ക് ഇഷ്ടമുള്ളതെന്ന് അറിയുന്നുള്ളതുകൊണ്ടാ ഇത് മനസ്സിലായി. ഇത് ഭയങ്കര സാധനമാണ്. എന്നാൽ ഞാനാണെങ്കിൽ നിനക്കെല്ലാം ഇഷ്ടമുള്ളത് കൊണ്ടാണ് വെറൈറ്റി ഭക്ഷണം ഉണ്ടാക്കണം. ഇന്ന് എനിക്ക് എന്ന് നിനക്ക് ചോറും കറി അതൊക്കെ എന്ന് തിന്നു. അപ്പൊ ചേച്ചി പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും തിന്നട്ടെ എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ. എന്നാലും ചേച്ചി സംശയിച്ചത് വീണെടുത്തിരുന്ന് ഉരുളുന്നു. എന്ത് മുഖത്തൊരു തെളിച്ചില്ല. എനിക്കിഷ്ടമാണ്. ഇഷ്ടപ്പെട്ട് മുഖം കണ്ടറിയാം. അല്ലെങ്കിൽ ചെറിയ മതി, എനിക്ക് ഇത്രയും മതി ചേച്ചിയുടെ വയ്ക്കും. വച്ചില്ലല്ലോ, കടിച്ചു പോയതുകൊണ്ടാ. ഓ പിന്നെ എന്നാലും ചേച്ചി പിച്ചിന്നാ മാളു നീ തിന്നാന്ന് പറയാൻ എനിക്ക് തരും. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്. നിനക്ക് ഇഷ്ടപ്പെട്ടല്ല, നീ ഇരുന്ന് കഴിക്കും. എനിക്ക് അവിടെ ഇഷ്ടം പോലെ പണിയും.
പോലെ അധികം മാംസം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ആദ്യമായിട്ടല്ലേ ചേച്ചി എല്ല് മാത്രം കാണുന്നേ? അതെന്താ നിനക്ക് ചിക്കനേക്കാളും ഇഷ്ടമായ? ചിക്കൻ പോലും ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണം ഞാൻ കണ്ടിട്ടില്ല. നീ സോഫ്റ്റ്. ചുണ്ടൊക്കെ എരിഞ്ഞു. കുരുമുളകിൻ്റെ ഒരു മറ്റേ കാശ്മീരി ചില്ലല്ലേ നമ്മളിട്ടത്, അതിന് അധികം ഇല്ല. കൊള്ളാം അല്ലേ? കറി വെച്ചതിനേക്കാളും കൊള്ളാം.